യുകെയിൽ വന്ന് ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ വീഡിയോ തുടങ്ങിയപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് യുകെയിൽ വരുന്നതിനെ പറ്റിയും ജോലി തപ്പുന്നതിനെ പറ്റിയൊക്കെ ചോദിച്ച് മെസ്സേജ് തുടങ്ങിയായിരുന്നേ. എന്നാൽ ഇപ്പോൾ ഈ ഇമിഗ്രേഷൻ റൂൾസൊക്കെ മാറി തുടങ്ങുന്ന ഈ സാഹചര്യത്തിൽ എനിക്ക് കൂടുതലും വരുന്ന മെസ്സേജുകൾ ഈ രാജ്യത്തേക്ക് ഇനി വന്നിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നതും, അതുപോലെ ഓൾറെഡി വന്ന് ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാർ ഇവിടെ വന്നിപ്പോൾ പെട്ടുപോയി, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എല്ലാം തകർന്ന അവസ്ഥയിലാണെന്നൊക്കെ പറയുന്ന രീതിയിലുള്ള മെസ്സേജുകളാണ്. ഇങ്ങനത്തെ മെസ്സേജൊക്കെ എനിക്ക് വരുമ്പോൾ, അയ്യോ ചേട്ടാ ഞാനും ആകെ പെട്ടിരിക്കുകയുള്ളൂ, ഞാനും ജോലിക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടൊന്നും ശരിയാകുന്നില്ല, ഞാൻ മാനത്തേക്ക് നോക്കി മൂഞ്ചിരിക്കുവാണ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് എൻ്റെ ഉള്ളത് മൊത്തം അങ്ങോട്ട് പോയി കൊട്ടാൻ എനിക്ക് ആദ്യം തോന്നും. പിന്നെ യുകെയിൽ വരുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ മനുഷ്യരും ലോൺ എടുത്തോ ഉള്ളതെല്ലാം കൂട്ടിപ്പെറുക്കിയോ എങ്ങനെയെങ്കിലും ജീവിതം വെച്ചെടുത്തണം എന്നൊക്കെ ഓർത്ത് കയറിപ്പോരുന്നവരാണ്. ഇപ്പോൾ വേറെ രാജ്യത്ത് നിന്ന് അവിടെ ഉണ്ടായിരുന്ന ജോലി വരെ രാജിവെച്ച് ഇങ്ങോട്ട് കയറിപ്പോരുന്നവരൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള ഈ മനുഷ്യരുടെ തലയിൽ കൂടെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും. ഇതിപ്പോൾ ഇത്രയും പൈസ മുടക്കി വന്നിട്ട് ഇനിയിപ്പോൾ എന്താകും, കയ്യിലുള്ളതെല്ലാം തീർന്നല്ലോ, നാട്ടിലെങ്ങനെ തിരിച്ചു പോകും, നാട്ടുകാരുടെ മൊത്തം എങ്ങനെ നോക്കും, ജോലി കിട്ടിയില്ലെന്നും പറഞ്ഞ് ഇങ്ങനെ വീട്ടിലേക്ക് കയറി ചൊല്ലും. ഇങ്ങനെ എത്രയോ കാര്യങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ എല്ലാവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എല്ലാ കാര്യങ്ങളും നമ്മുടെ കൺട്രോളുള്ളതല്ലല്ലോ. നമ്മുടെ കയ്യിലുള്ളതും കയ്യിലില്ലാത്തതുമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ കയ്യിലുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലോണം ജോലിക്ക് അപ്ലൈ ചെയ്യുക, നമ്മൾ അതിന് വേണ്ടി ശ്രമിക്കുക, പ്രിപ്പയർ ചെയ്യുക, പോവുക തുടങ്ങിയ കാര്യങ്ങളാണ്. ബാക്കിയുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒന്നും തന്നെ നമ്മുടെ കയ്യിലുള്ളതല്ല. അപ്പം അത് നോക്കി അതങ്ങനെ ആയതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നും ചെയ്തിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞൊന്നും ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നമ്മളെ മാത്രം എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇവിടെ നമ്മുടെ പാർട്ട് ക്ലിയർ ആക്കുക, നമ്മൾ ഇടാനുള്ള എല്ലാ എഫേർട്ടും കംപ്ലീറ്റ്ലി ഇടുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ആൻഡ് നമുക്ക് വരാനുള്ളത് എന്തായാലും വരും, അത് പുറകെ വന്നോളൂ. അത് നമുക്ക് മുന്നേ അങ്ങ് നടക്കാം. ഈ കർമ്മ ഇസ് എ ബിച്ച് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും എന്ന് പറയുന്നതും ഉള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യുന്നോ അതിനുള്ളത് നമുക്ക് എന്തായാലും കിട്ടും. അത് നല്ലതാണേലും മോശമാണേലും എന്താണേലും. പിന്നെ ഈ ഒരു വഴി അടഞ്ഞാൽ ഇതിലും നല്ലത് എന്തോ എനിക്ക് വേണ്ടി വരാനുള്ളതാണ് എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇനിയിപ്പോൾ ഇതെനിക്ക് കിട്ടാതെ പോയാൽ എനിക്ക് എന്തോ ഇതിലും ഭയങ്കര നല്ലൊരു സാധനം എനിക്ക് വരാനുണ്ട്. ആ ഒറ്റ മോട്ടിവേഷനിലാണ് ഞാനിപ്പോൾ മുമ്പോട്ട് പോകുന്നത്. ആകെയുള്ളത് നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുക എന്ന് മാത്രം. അതിപ്പോൾ ഈ രാജ്യത്ത് രക്ഷപ്പെടണമെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നോക്കുക, വേറെ രാജ്യത്ത് പോകാനാണെങ്കിൽ അങ്ങനെ, ഇതൊന്നും അല്ലെങ്കിൽ നാട്ടിൽ തിരിച്ചു പോയാൽ അവിടെ പോയിട്ട് എന്ത് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് വേണ്ടത് നമ്മൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് നമ്മൾ അതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നാൽ മതി. ഇത് ജീവിതത്തിൻ്റെ അവസാനമൊന്നും അല്ലെന്നേ. ഇത് ശരിയായില്ലെങ്കിൽ നമ്മൾ അടുത്തതിൽ പിടിക്കും, അത് ശരിയായില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ അടുത്തതിൽ പിടിക്കും. നമ്മളങ്ങനെ തളർന്ന് താഴെ വീഴാനൊന്നും പോകുന്നില്ല. നമ്മൾ അടുത്തത് ഏതാണോ ആ പിടിച്ച് നമ്മളൊക്കെ രക്ഷപ്പെടും. നമുക്കെല്ലാവർക്കും നല്ല ജോലിയൊക്കെ കിട്ടി നമ്മളൊക്കെ സെറ്റിലായി സമാധാനമായിട്ട് ജീവിക്കും. ഹാപ്പി ആയിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക.